നമ്മുടെ ഈ അടുത്തുള്ള എല്ലാവരും എന്തായാലും ഫുള്ള് കിട്ടും. കാരണം അത്രയ്ക്ക് എന്താ പറഞ്ഞ ഒരു സമൂഹം ഏറ്റെടുത്തെന്നൊക്കെ പറയണ രീതിയിൽ എടുത്തിട്ട് ഒന്നും കിട്ടില്ലെന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ശരിക്കും പേടിച്ചിട്ടാണ്. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 2-3 മണി വരെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഇപ്പോഴും. നമ്മളുടെ റൂമിൻ്റെ ഡോറിൽ തട്ടി വിളിക്കുകയാണ് ഇത്. ഒരു 3-4 പേര് തള്ളി ഇങ്ങോട്ട്. അപ്പോൾ ഹസ്ബൻഡ് അത് അങ്ങോട്ട് പ്രതികരിക്കാൻ നോക്കിയപ്പോഴേക്കുമാണ് തലയിലൊരു അടി കിട്ടിയത്. അടി കിട്ടിയതോടെ പുള്ളിക്കാരൻ വീണു. ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ ഒച്ച വെച്ചപ്പോഴേക്കും 2-3 പേര് ബെഡിലേക്ക് ചാടി കയറുകയും ചെയ്തു ഒപ്പം നമ്മളുടെ ഒപ്പം. 7 വർഷത്തിനിപ്പുറം കൊച്ചി നഗരത്തിൽ വീണ്ടും മോഷണ പരമ്പരകൾ ആവർത്തിക്കുമ്പോൾ ഈ കേസിന് എന്ത് സംഭവിച്ചു? ആ കേസ് അന്വേഷണത്തിലേക്ക്. 2017 ഡിസംബർ 17 കിടപ്പുമുറിയുടെ വാതിൽ മുട്ടുന്നത് കേട്ടാണ് വീട്ടുകാർ പുലർച്ചെ ഉണർന്നത്. ജനല് പൊളിച്ച് അകത്തുകയറിയ കവർച്ചാ സംഘം വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മർദ്ദിച്ച് ബന്ദികളാക്കി. 50 പവനും പണവുമാണ് അന്ന് സംഘം കവർന്നത്. നമ്മളുടെ ബാക്കിലേക്ക് കൈ കെട്ടി കാലും കെട്ടിയിട്ട് വായിൽ തുണി കെട്ടിയിട്ടാണ് ബാക്കിലേക്ക്, വായും കണ്ണും കൂടി മൂക്ക് മാത്രം ഒഴിവാക്കിയിട്ടാണ് കെട്ടണത്. അതൊരു 2-3 മണിക്കൂറോളം നമ്മൾ ആ സ്റ്റേജിൽ തന്നെ ഇരുന്നു. മൂത്താളുടെ കൈ ഇങ്ങനെ കത്തിക്കൊണ്ട് വരഞ്ഞ് ഫുൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വരഞ്ഞ് വെച്ചേക്കായിരുന്നു. ഈ കാല് അവർ കെട്ടണം എന്ന് പറഞ്ഞാൽ നിസ്സാര കെട്ടല്ല അവർ കെട്ടണം. നമ്മൾ ശരിക്കും നമ്മുടെ കാലിനെ ശരിക്കും ഒരു ചതവായി പോകും. ആ രീതിയിലാണ് ഇവർ കെട്ടണത്. ഹസ്ബൻഡും ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിനും എന്തെങ്കിലും പറ്റിപ്പോയനെ. കാരണം ബ്ലഡ് ഫുൾ പോയിക്കൊണ്ടിരിക്കണല്ലോ. കെട്ടഴിച്ചു രക്ഷപ്പെട്ട ഇളയ മകന്റെ നിലവിളി കേട്ടാണ് അയൽവാസികൾ പോലും സംഭവം അറിയുന്നത്. ജീവൻ പോലും തിരികെ ലഭിക്കില്ലെന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അതെന്ന് ഷാരി ഇപ്പോഴും പറയുന്നു. 21 വർഷത്തെ സമ്പാദ്യമാണ്. ഇപ്പം എല്ലാവരും പറയും എന്തിനെത്ര പേടിക്കണത്, പക്ഷെ നമ്മളുടെ പേടി മാറില്ല. അന്ന് നമ്മൾ അനുഭവിച്ചത് ഒരിക്കലും മറക്കില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട കേസിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ബംഗ്ലാദേശ് സ്വദേശികളായ കവർച്ചാ സംഘത്തെ അതിവേഗം പിടികൂടി. എന്നാൽ ഇതുവരെ പോലീസിന് കണ്ടെത്താനായത് വെറും 4 പവൻ മാത്രം. കേസുമായി മുന്നോട്ടു പോയെങ്കിലും നിരാശയായിരുന്നുവെന്ന് കുടുംബം. കണ്ടെത്തിയെന്ന് പറയുന്നത് 4 പവന അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അതിൽ താഴെയാണ് ഉണ്ടാവുള്ളൂ. അതും നമ്മുടെ കയ്യിലേക്ക് ഇതുവരെയും കിട്ടിയില്ല. അവർ പറഞ്ഞത് എല്ലാം കൈമാറി. അപ്പം തന്നെ അത് പല വഴിക്ക് പോയി. അവർ കൈമാറി, അവർ ഷെയർ ചെയ്തു എന്നൊക്കെയാണ് അവർ പറയണത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാൻ പാടില്ല. കേസ് ഇപ്പോഴും കോടതിയിലാണ്. കവർച്ചാ സംഘത്തെ കണ്ടെത്തിയിട്ടും സ്വർണം ഉൾപ്പെടെ കണ്ടെത്താനാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം മാത്രമാണ് കുടുംബത്തിന് 7 വർഷത്തിനിപ്പുറവും ചോദിക്കാനുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.